ക്ഷേത്രവിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗപ്പുഴ ശാന്തകാട് ശ്രീദുർഗഭദ്ര ശാസ്ത നാഗക്ഷേത്രം തിരു ഉത്സവവും പ്രതിഷ്ഠാ ദിനാചരണവും 2025 ഫെബ്രുവരി 3 മുതൽ 8 വരെ. കേരളത്തിലെ ക്ഷേത്ര ചരിത്രങ്ങളിൽ അതീവ പ്രാധാന്യമാണ് നാഗപ്പുഴ ശാന്തകാട് ശ്രീദുർഗഭദ്ര ശാസ്ത നാഗക്ഷേത്രത്തിന്. 1200 ആണ്ട് മകരം 23 മുതൽ 26 വരെയാണ് ഇവിടുത്തെ ഉത്സവം. ഈ വർഷം നടക്കുന്ന തിരുവുത്സവത്തിനും പ്രതിഷ്ഠാ ദിനാചരണത്തിനും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികളുടെയും ചിരകാല സ്വപ്നമായിരുന്ന ഒരു അന്നദാന മണ്ഡപം പണി പൂർത്തീകരിച്ച് ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയിൽ അഭിമാനപൂർവമായ നിമിഷങ്ങളാണ് ഈ ഉത്സവം. ഓരോ ഭക്തന്റെയും മനസ്സിന് അതിരുകളില്ലാത്ത സന്തോഷത്തിലാണ്. ഈ നാഗപ്പുഴ കാർഷിക അഭിവൃദ്ധിക്കൊപ്പം ക്രൈസ്തവ ഹിന്ദു സഹോദര കൂട്ടായ്മയുടെ ഉത്സവമായിട്ടാണ് നാഗപ്പുഴ ശാന്തകാട് ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവവും നാഗപ്പുഴ പള്ളി മാതാവിന്റെ തിരുപെരുന്നാളും വളരെ ഭക്തിയോടുകൂടിയാണ് നാനാജാതി മതസ്ഥർ ഈ നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതും. വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ തന്നെ വളരെ അപൂർവം സഹകരണ മനോഭാവത്തോടെയുള്ള ഉത്സവങ്ങളാണ് നാഗപ്പുഴയുടെ മണ്ണിൽ നടക്കാറുള്ളത്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ക്ഷേത്രം ഇതിഹാസ കാലഘട്ടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നാണ്. ഋഷീശ്വരന്മാരുടെ തപോവനമായിരുന്നു ഇത്. അതീവ നിഗൂഢത നിറഞ്ഞ വനങ്ങളും വന്യജീവികളുടെയും നാഗങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു. പിന്നീട് ഈ സ്ഥലം അധിനിവേശ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഈ സ്ഥലം കയ്യേറ്റങ്ങളുടെ ഭൂമിയായി മാറി. അങ്ങനെ ഇപ്പോൾ ഹൈന്ദവ ക്രൈസ്തവ കൂട്ടായ്മയിൽ വലിയൊരു മതസൗഹാർദ്ദം നിലകൊള്ളുന്ന കേരളത്തിൽ തന്നെ അപൂർവം പുണ്യസ്ഥലങ്ങളിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ നാഗപ്പുഴയുടെ മണ്ണ്. വിശ്വജനനിയായ ശ്രീദുർഗയും ശിവനന്ദിനിയായ മഹാകാളിയും കലിയുഗവരനായ ശ്രീധർമ്മശാസ്താവും നാഗരാജാവും നാഗദൈവങ്ങൾ രക്ഷസ് ഉൾപ്പെടെ ഈ നാടിനെ എല്ലാ രീതിയിലും സംരക്ഷിച്ചുകൊണ്ടും ഐശ്വര്യവും കൂടാതെ പാരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ പ്രകൃതിയുടെ വരദായകമായ ഈ നാഗപ്പുഴ കേരളത്തിലെ തന്നെ വളരെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുടെ ക്ഷേത്രഭൂമിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള നാഗപ്പുഴ ശാന്തകാട് ശ്രീദുർഗ ഭദ്ര ശാസ്ത നാഗക്ഷേത്രം 2025 ഫെബ്രുവരി 3 ഇന്ന് കൊടിയേറി 8-ാം തീയതി കൊടി ഇറക്കോടെ ഈ ഉത്സവം സമാപനം കുറിക്കും. പാരിസ്ഥിതി സെമിനാറുകൾ, ദൃശ്യകലാ സദ്യ, മുടിയേറ്റ്, ഗരുഡൻ തൂക്കം, 4 ദേശങ്ങളിൽ നിന്നുമുള്ള താലപ്പൊലി ഘോഷയാത്ര, ഈ നാടിനെ പുളകം കൊള്ളിക്കുന്ന ദൃശ്യകലാ രൂപങ്ങൾ 4 ദേശങ്ങളിൽ നിന്നും നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് നാഗപ്പുഴ കവലയിൽ സംഗമിക്കുമ്പോൾ ഘോഷയാത്രയെ വരവേറ്റുകൊണ്ട് ആറപ്പുള്ളിയോടെ നാഗരാജാവിന് നാഗപ്പുഴ കവലയിൽ സ്വീകരണത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ്. ഫെബ്രുവരി 8 മകരം മഹയിരം നാളിൽ പ്രതിഷ്ഠാ ദിനം, കലശാഭിഷേകം, കൊടിയിറക്ക് ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് നാഗപ്പുഴ അമ്മയുടെ മണ്ണിൽ നിന്നും കെ വിജയൻ.